ഞാൻ ഡോക്ടർ എസ് പ്രമീള ദേവി, കൺസൾട്ടൻറ്റ് സർജൻ, SUT ഹോസ്പിറ്റൽ, പട്ടം, തിരുവനന്തപുരം. ഇന്നത്തെ വിഷയം ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. 20 വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകളിൽ ആർക്ക് എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു അസുഖമാണ്, ക്യാൻസർ വിഭാഗത്തിൽപ്പെട്ട ഒരു അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ അഥവാ സ്തനാർബുദം. ഒക്ടോബർ മാസം സ്തനാർബുദ മാസമായിട്ടാണ് WHO ആചരിക്കുന്നത്. സ്തനാർബുദ രോഗികളെ യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സാ വിധേയമാക്കുക, അവരുടെ സാന്ത്വന ചികിത്സ, പ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ പോലുള്ള വികസ്വര രാജ്യങ്ങളിൽ 1 മുതൽ 3% വരെയാണ് സ്തനാർബുദത്തിൻ്റെ നിരക്ക്. 0.5% പുരുഷന്മാരിലും ഈ രോഗം കണ്ടുവരുന്നുണ്ട്. സ്തനാർബുദത്തിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ പ്രിവെൻറ്റബിൾ അഥവാ പ്രതിരോധിക്കാവുന്ന കാരണങ്ങളും പ്രതിരോധിക്കാൻ പറ്റാത്തതും ആയ കാരണങ്ങളുണ്ട്. പ്രതിരോധിക്കാൻ പറ്റുന്ന കാരണങ്ങളെന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതചര്യയിലൂടെ ഉള്ള കാരണങ്ങളാണ്. അതായത് പുകവലി, മദ്യപാനം, പുകയിലയുടെ ഉപയോഗം, അമിതമായ വണ്ണം, ആയാസരഹിതമായ ജീവിത രീതി, അനാവശ്യമായിട്ട് ശരീരത്തിൽ അടിയുന്ന കൊഴുപ്പ്, പിന്നെ അന്തരീക്ഷത്തിലെ മലിനീകരണം, നമ്മുടെ ജങ്ക് ഫുഡിലും ആഹാരപദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ്, ആഹാരത്തിന് നിറവും രുചിയും പകരാൻ ഉപയോഗിക്കുന്ന കെമിക്കൽസ്, ഇങ്ങനെ ധാരാളം കാരണങ്ങൾ മറ്റ് ക്യാൻസറിന് പറയുന്നത് പോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിനും പറയുന്നുണ്ട്. എന്നാൽ പ്രതിരോധിക്കാൻ പറ്റാത്ത കാരണം എന്ന് പറഞ്ഞാൽ ജനിതകമായി പാരമ്പര്യമായി കിട്ടുന്ന കാരണങ്ങളെയാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ പ്രതിരോധിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ജീവിത ശൈലിയിലൂടെ പ്രതിരോധിക്കുന്നതോടൊപ്പം പ്രതിരോധിക്കാൻ പറ്റാത്ത കാരണങ്ങളെ നമ്മൾ തരണം ചെയ്യേണ്ടത് ഈ അസുഖത്തെ മുൻകൂട്ടി കണ്ടുപിടിക്കുക, ആരംഭദശയിൽ കണ്ടുപിടിച്ച് ചികിത്സാ വിധേയമാക്കുക എന്നുള്ളതാണ്. ആരംഭദശയിൽ കണ്ടുപിടിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ സ്തനാർബുദം അതാത് വ്യക്തികൾക്ക് തന്നെ സ്വയം പരിശോധനയിലൂടെ നേരത്തെ കൂട്ടി കണ്ടുപിടിക്കാൻ കഴിയുന്നു. അതാണ് ഒന്ന്. അങ്ങനെ നേരത്തെ കൂട്ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വളരെ ചെറിയ ഒരു ഓപ്പറേഷൻ മാത്രമാണ് അതിന് വേണ്ടി വരുന്നത്. പലപ്പോഴും നമുക്ക് കീമോതെറാപ്പി, റേഡിയേഷൻ എന്നിവ ഒഴിവാക്കാൻ കഴിയും. വിപുലമായ മറ്റ് സങ്കീർണമായ ചികിത്സാ രീതികളിൽ നിന്നൊക്കെ ഒഴിവാക്കപ്പെടും. അതുപോലെ തന്നെ കീമോതെറാപ്പി, റേഡിയേഷൻ്റെ ഡോസ് കുറയ്ക്കാൻ സാധിക്കും. സ്റ്റേജ് 1-ലോ 2-ലോ കണ്ടുപിടിക്കുന്ന ക്യാൻസർ വളരെ സങ്കീർണമല്ലാത്ത ചെറിയ തോതിലുള്ള ചികിത്സയിൽ മാറുകയും 100% ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ എപ്പോഴാണ് നമുക്ക് സ്വയം പരിശോധന ചെയ്യുന്നത്, എങ്ങനെയാണ്? അതാണ് പ്രധാനമായിട്ടും നമ്മൾ പൊതുജനങ്ങളിൽ കൊടുക്കേണ്ട ഒരു അവബോധം. ആർത്തവം ഉള്ള സ്ത്രീകളിൽ അതിനുശേഷം 7-ഓ 8-മത്തെയോ ദിവസം സ്വയം പരിശോധനയിലൂടെ എല്ലാ മാസവും സ്വയം പരിശോധന പ്രാവർത്തികമാക്കണം. മാറിടങ്ങൾ കൈകളുടെ പ്രതലം കൊണ്ട് തടവി പരിശോധിക്കുന്നതാണ് ആ രീതി. അതിൽ വരുന്ന വ്യത്യാസങ്ങൾ, കഴിഞ്ഞ മാസം ഇല്ലാത്ത ഒരു പ്രകടമായ വ്യത്യാസം ഉടനെ തന്നെ സർജനെ കാണിച്ച് പരിശോധിപ്പിക്കേണ്ടതുണ്ട്. സാധാരണ കാണുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വേദനയില്ലാത്ത മുഴകളാണ് മിക്കവാറും ക്യാൻസറായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ വേദനയില്ല എന്ന ഒറ്റ കാരണത്താൽ ചികിത്സിക്കാൻ കൂട്ടാക്കാതെ, കാണിക്കാതെ സ്റ്റേജുകൾ മുന്നോട്ട് പോയി കൂടിയ സ്റ്റേജിലെത്തി വരുന്ന ധാരാളം പേരുണ്ട്. അത് നമുക്ക് ഒഴിവാക്കപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ പ്രകടമായ മുഴകൾ, നിറവ്യത്യാസം, ഉൾവലിഞ്ഞ മുഴക്കണ്ണുകൾ, ബ്രസ്റ്റിനുണ്ടാകുന്ന വലിപ്പ വ്യത്യാസം, കക്ഷഭാഗത്തുണ്ടാകുന്ന മുഴകൾ എന്നിങ്ങനെ എന്ത് മാറ്റം കണ്ടാലും, ഇപ്പം സ്വാഭാവികമായിട്ടും വളരെ പണ്ടേ മുതലുള്ള വ്യത്യാസമല്ലാതെ അടുത്ത കാലത്തുണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങൾ ചികിത്സാ വിധേയമാക്കണം, പരിശോധിക്കണം. അപ്പോൾ ബ്രസ്റ്റിലുണ്ടാകുന്ന 80% മുഴകളും ക്യാൻസർ അല്ല. ക്യാൻസർ അല്ലാത്ത പല മുഴകളും വ്യത്യാസങ്ങളും ബ്രസ്റ്റിലുണ്ടാകും. എന്നാൽ ബാക്കി 20% ചെറിയ തോതിലാണെങ്കിലും നമ്മളത് ക്യാൻസർ അല്ല എന്ന് പരിശോധനയിലൂടെ തീരുമാനിക്കേണ്ടതുണ്ട്.